ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് കൊപ്പത്താണ്. കൊപ്പം നേർച്ചൻ്റെ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊപ്പം നേർച്ചൻ്റെ കൊടിയാറ്റത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുണ്ടാവുക. നമ്മൾ 2 എപ്പിസോഡായിട്ട് ചെയ്യാമെന്നുള്ളതില്ല. ഇതിപ്പോൾ രാവിലെ വന്നാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൊടിയാറ്റത്തിൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ വരവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കൊപ്പം ഈ ഒരു പള്ളിൻ്റെ തൊട്ട് മുന്നിലാണ്. ഈ പള്ളി കണ്ട ഒരുവിധം എല്ലാവർക്കും കൊപ്പത്തേക്കൊക്കെ അറിയുണ്ടാവും. ഈ കൊപ്പത്ത് കൂടി പാസ് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിൽ പോകും. ഓക്കെ. ഹായ്, അല്ലേ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ. പച്ചലഡു ഉണ്ടാക്കുന്നുണ്ട്. ഇവരാ പച്ചലഡു ഉണ്ടാക്കുന്ന ആൾക്കാർ. ഹായ്, മലബാർ 25ാമത് കൊപ്പം ദേശോത്സവത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ഗംഭീരമായ പരിപാടി നടക്കാൻ പോകുന്നതാണ്. രാവിലെ 10:30 മണിക്ക് കൊപ്പം അസംസീന് മുൻവശത്ത് വെച്ച് കൊടിയേറ്റവും ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും MLA കൂടിയിട്ട് കൊടിയേറ്റം നടത്തുന്നതാണ്. അതിൻ്റെ നാടിനെ അറിയിച്ച മക്കയുടെ വിപുലീകരിച്ച
എല്ലാവിധ മൊബൈൽ ഫോണുകളും ആക്സസറീസുകളും കൂടാതെ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ മണിക്കൂറുകൾക്കകം
ഞാനുള്ളത് കൊപ്പം ടൗണിലാണ് കേട്ടോ. കൊപ്പം ടൗണിൽ നിന്ന് മുളയങ്കാവ് റോട്ടിനാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ആനകളും അവിടെ നിരന്ന് നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രദർശനം, ഈ ടൗണിലൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രദർശനമാണ്. എല്ലാ വരവുകളും ഇല്ല കേട്ടോ, അത് കുറച്ച് വരവുകൾ മാത്രം വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള വരവുകളെല്ലാം വൈകിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദർശനം കഴിഞ്ഞിട്ട് എല്ലാം കൂടി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി കാണാം. അങ്ങോട്ട് പോവാം. കൊപ്പം ഫെസ്റ്റ് കൊപ്പം പരിസര പ്രദേശങ്ങളുടെ ഒരു ജനകീയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും നന്നായി നല്ല സെലിബ്രേഷനോടുകൂടി ചെയ്യുമ്പോഴും കരുതലോടുകൂടി ആനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരസ്പരം കരുതലോടുകൂടി ഈ ആഘോഷം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊപ്പം ഏറ്റവും നന്നായി കൊപ്പം ഫെസ്റ്റ് നടക്കട്ടെ. ഇതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. സൗഹൃദക്ക് ഇന്ന് ഇതുപോലെയുള്ള അവസരം കിട്ടിയത് അടുത്ത ഇപ്രാവശ്യം കൂടുതൽ മികച്ച ഏറ്റവും മികച്ച ക്ലബ്ബാകാനുള്ള മത്സരം നിങ്ങൾ നടത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെയുള്ള അവസരം ഏറ്റവും മികച്ച ക്ലബിനാണ് കിട്ടാതെ നമുക്ക് കിട്ടണമെന്ന് എല്ലാവരും മത്സരിച്ചുകൊണ്ട് തീരുമാനിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇപ്പോ ഒപ്പം ദേശീയോത്സവമായി ഇതൊരു മതസൗഹാർദ്ദ ഉത്സവമായി മാറ്റാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണം. എല്ലാവിധ ആശംസകളും എല്ലാ ഉപാഘോഷ കമ്മിറ്റികളും ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്രാഘോഷ കമ്മിറ്റിയുടെ അറിയിപ്പ്, എല്ലാ ഉപാഘോഷ കമ്മിറ്റികളും എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെക്സിക്കോ പുത്തൻകുളം ദയവ് ചെയ്ത് തിരിഞ്ഞു പോകുക. മെക്സിക്കോ പുത്തൻകുളം ദയവ് ചെയ്ത്. കൊപ്പം നേർച്ചൻ്റെ കൊടിയാറ്റത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കൊടിയാറ്റത്തിൻ്റെ ആനകളും വരവുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വൈബായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ള വരവായിരുന്നു, നല്ല ഡീസൻറ്റിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ഒരു സംഘാടകരൊക്കെ അടിപൊളിയായിട്ട് നല്ല ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട്. ആനക്കോ എന്താ പറയുക ആൾക്കാർക്കോ ഒരു പ്രശ്നമില്ലാതെ പരിപാടി നല്ല ഭംഗിയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ടുള്ള കാഴ്ചകളാണ്. കാഴ്ചകളിൽ ഈ ഒരു വരവിലുള്ള ഇതിലില്ലാത്ത ഒരുപാട് വരവുകളെല്ലാം വൈകിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പം ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് കാണാം. ഓക്കെ.